ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സരസ്വതി അമ്മ ഒന്ന് പയറ്റി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നേരെ സുമിത്രയ്ക്ക് മുന്നിലേക്ക് എത്തുന്നത്. അവിടെ ചെന്നിട്ടോ സുമിത്രയോട് പൂജയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ പൂജയും പങ്കജും തമ്മിൽ പ്രണയത്തിലാണെന്നൊക്കെയുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുമിത്ര പറഞ്ഞത്, അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ നിന്ന് പറയണ്ട. എൻ്റെ മോളെ എനിക്കറിയാം. എൻ്റെ മോൾ ഒരിക്കലും ചതിക്കുഴിയിലൊന്നും ചെന്ന് ചാടില്ല. എൻ്റെ മോള് മിടുക്കിയാണ് എന്ന് തന്നെ. അത് കേട്ടതും സരസ്വതിയമ്മയ്ക്ക് അങ്ങ് ദഹിച്ചില്ല. ഞാൻ പറയുന്നത് സത്യമാണെന്നും ഞാനും ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നതെന്നും ഇന്നല്ലെങ്കിൽ നാളെ നിനക്കതൊക്കെ മനസ്സിലായിക്കോളും. അന്നേരം നീ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല, എന്തൊക്കെയാണോ പറയണത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോള് പങ്കജിനെ പോലെ ഒരുത്തൻ്റെ പിന്നാലെ പോകില്ല എന്ന് നമ്മുടെ സുമിത്ര തറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൂജയ്ക്കും സന്തോഷമായി. കാരണം തൻ്റെ അമ്മ മറ്റാര് പറഞ്ഞാലും തന്നെ അവിശ്വസിക്കുന്നില്ലല്ലോ. താൻ ആരാണെന്നും തൻ്റെ സ്വഭാവ മഹിമ എന്താണെന്നും തൻ്റെ അമ്മയ്ക്ക് അറിയാവല്ലോ എന്നുള്ളൊരു അഭിമാനത്തോടു കൂടി നമ്മുടെ പൂജ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തായാലും ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പൂജയുടെ അതുപോലെ ഈ ഒരു അധികാരത്തെ നശിപ്പിക്കാനായിട്ട് കഴിയില്ലെന്നുള്ള കാര്യം സരസ്വതിയമ്മയ്ക്ക് മനസ്സിലായി. അത്രത്തോളം പൂജ സുമിത്രയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന്. അമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞതാണ്, മാന്യമായും മര്യാദയുമായും ഈ വീട്ടിൽ ജീവിക്കാമെന്നുണ്ടെങ്കിൽ മാത്രം ഈ വീട്ടിൽ നിന്നാൽ മതി. അതിനപ്പുറം അമ്മയ്ക്ക് ഈ വീടിൻ്റെ പുറത്തേക്കുള്ള വഴി ഞാൻ തുറന്നു തരും, അമ്മയ്ക്ക് പോകാം എന്ന് നമ്മുടെ സുമിത്ര വീണ്ടും പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കെന്താ പാട്, അവൾ പോവോ വരുമോ സ്നേഹിക്കുമോ എന്തുവേണേലും ചെയ്യട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ എന്ന് സുമിത്രയുടെ മുന്നിൽ വെച്ച് സരസ്വതിയമ്മ എന്തായാലും ചിന്തിക്കാം. കാരണം ഇനിയും ആ ഒരു അനാഥാലയത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നടപ്പുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് പുള്ളിക്കാരി ഒന്നും പറഞ്ഞില്ല. അതും കഴിഞ്ഞ് പുള്ളിക്കാരി അങ്ങ് പോയി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ പൂജ വന്നു. എന്താ അമ്മയെന്നും ചോദിച്ചു. അപ്പോൾ അച്ചമ്മ എന്താ അമ്മയോട് ഈ പറയണേന്ന് ചോദിച്ചപ്പം നീയും പങ്കജുമായി എന്തോ ബന്ധമുണ്ടെന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു എന്ന് പൂജ പറയാം. ഈ ജന്മം അങ്ങ് തീരേണ്ടി വന്നാലും പങ്കജിനെ പോലെ ഒരുവൻ്റെ കൂടെ അങ്ങനെ ഒരു ബന്ധത്തിന് ഞാൻ പോകുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം എൻ്റെ മോളെ എനിക്ക് 100% വിശ്വാസമാണെന്നും മറ്റാരെന്തു പറഞ്ഞാലും അമ്മ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേഗം സ്കൂളിലെ കാര്യങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞപ്പം സ്കൂളിലുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി സുമിത്ര മകളോട് വിശദീകരിച്ചു പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് രഞ്ജിതയ്ക്ക് ഇനിയിപ്പോൾ അമ്മയുടെ ശത്രുത ഡബിൾ ഇരട്ടിയായിട്ട് കൂടുവെന്നും അമ്മയെ ഇനി സമാധാനമായിട്ട് ജോലി ചെയ്യാൻ അവർ അനുവദിക്കില്ല, അവിടെ അമ്മയ്ക്ക് എന്തെങ്കിലും ചതിപ്രയോഗങ്ങളുമായിട്ട് അവർ കാത്തിരിപ്പുണ്ടാകും എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ മകൾ അമ്മയോട് പറയുക. അപ്പോൾ അതെല്ലാം നോക്കിയും കണ്ടും തന്നെയാണ് മോളെ ഞാനിങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അമ്മ വളരെ സൂക്ഷിക്കണമെന്ന് പൂജ പറഞ്ഞു കൊടുത്തപ്പം ഞാനതൊക്കെ സൂക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ മോളും അവളെ വളരെയേറെ സൂക്ഷിക്കണം എന്നുള്ള കാര്യം പറയുക. അപ്പോൾ അതെനിക്കറിയാം അമ്മേ, ഓരോ ചലനങ്ങളിലും അവരെ ശ്രദ്ധിച്ചും അവരുടെ മകനായ പങ്കജിനെയും ഭർത്താവിനെയും ഒക്കെ സൂക്ഷിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അമ്മ എൻ്റെ കാര്യം ഓർത്ത് പേടിക്കൊന്നും വേണ്ട, അങ്ങനെ ഒരു അബദ്ധത്തിലൊന്നും ഞാൻ ചെന്ന് ചാടുമെന്ന് ഓർത്ത് അമ്മ ടെൻഷൻ അടിക്കേ വേണ്ട എന്ന് പറഞ്ഞു. എൻ്റെ മോള് ടെൻഷൻ അടിക്കാൻ അബദ്ധത്തിലൊന്നും ചെന്ന് ചാടുമെന്ന് അമ്മയ്ക്ക് ചാടില്ലെന്ന് അമ്മയ്ക്ക് അറിയാം, അമ്മയ്ക്ക് ടെൻഷനൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും മോൾക്ക് ഒരു സുരക്ഷ വേണമല്ലോ, അതുകൊണ്ട് അമ്മ പറഞ്ഞതാണെന്നും. അപ്പോൾ സ്കൂളിലെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സരസ്വതി അമ്മ ഇതെല്ലാം അറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ സരസ്വതി അമ്മ അവിടെ നിന്ന് ഇവളുമാർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും സുമിത്ര അത്രയ്ക്ക് തറപ്പിച്ച് പറഞ്ഞത് എന്നൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും അതങ്ങനെ അവിടെ നടക്കുന്നേ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് രഞ്ജിതയുടെ വീട്ടിൽ രഞ്ജിത ഒരുമാതിരി മനോരോഗ്യയെ പോലെ കിടന്ന് വെപ്രാളം കൂട്ടി ഭ്രാന്ത് കയറി ഒരു വക കാട്ടായങ്ങൾ കാണിക്കുക. അപ്പോൾ അതിന് കാരണക്കാരി സുമിത്രയാണ്. സുമിത്ര അവിടെ ജോലി ചെയ്യുന്നതാണ് അവളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം. സുമിത്ര അവിടെ വലിയ ആളായി പുള്ളിക്കാരി ഒന്നും അല്ലാതായി പോയതിൻ്റെ ആ ഒരു ഒരു കോംപ്ലക്സ് എന്ന് തന്നെ പറയാം. ആ ഒരു ഇതിലാണ് പുള്ളിക്കാരി. എന്നിട്ട് സുമിത്ര എന്ന് പറയുന്നവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, സുമിത്രയെ എനിക്ക് തറ പറ്റിക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ പൂജയെ വശീകരിക്കാനുള്ള പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ട് അച്ഛനും മോനും കൂടി ഇങ്ങനെ വന്നതേ ഉള്ളൂ. വന്ന് നിൽക്കുന്ന സമയത്താണ് അമ്മയുടെ ഈ മുഴുഭ്രാന്ത് കാണുന്നത്, മകനും അച്ഛനും കാര്യങ്ങൾ ചോദിക്കുന്നതും. അപ്പോഴേക്കും സംഭവിച്ച കാര്യങ്ങളൊക്കെ രഞ്ജിത്ത് ഇവരോട് പറഞ്ഞു. എന്നിട്ട് സുമിത്രയെ ഒരു കാരണവശാലും ഇനി സ്കൂളിൽ തുടരാൻ അനുവദിക്കില്ലെന്നും അവൾ ആ സ്കൂളിലുണ്ടായാൽ അത് വളരെ ആപത്താണെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അവളെ ആ സ്കൂളിൽ നിന്നും പറഞ്ഞയച്ചേ മതിയാകൂ. അതുമാത്രമല്ല അവൾ ആ സ്കൂളിലുണ്ടെങ്കിൽ അത് വലിയൊരു
വലിയൊരു പ്രശ്നമാണ്. അവളെ പുറത്താക്കാൻ ഏത് തരം താഴ്ന്ന പ്രവൃത്തിയും ഞാൻ പ്രവർത്തിക്കും, അതിനേത് കൊള്ളില്ലാത്ത വഴികളിലൂടെയും ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജിത ഇങ്ങനെ തൻ്റെ വാശിയും വൈരാഗ്യം കാണിക്കുക. അപ്പോൾ അമ്മയ്ക്ക് ഇത്രയും ആ ഒരു വിഷയം ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും മകൻ അമ്മയ്ക്ക് കട്ട സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ആ ശരി, ഞാൻ കൂടാം, എല്ലാത്തിനും ഞാനുണ്ട് എന്നുള്ളൊരു രീതിയിൽ. അങ്ങനെ മകനും കട്ട സപ്പോർട്ടാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും രഞ്ജിത അങ്ങ് പോയി. രഞ്ജിത പോയി കഴിഞ്ഞപ്പോഴും മകൻ ഇങ്ങനെ ആ ഒരു ഇതിലേക്ക് നിൽക്കും. അപ്പോഴേക്കും അരവിന്ദൻ, എടാ മോനെ, നീ എന്താ പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അമ്മയ്ക്കൊപ്പം നിന്ന് സുമിത്രയെ പുറത്താക്കാനാണോ എന്ന് ചോദിച്ചു. പിന്നല്ലാതെ അമ്മയെ ഇത്രയ്ക്ക് അപമാനിച്ചവരെ പിന്നെ എങ്ങനെയാണ് സഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നിർത്തുന്നതെന്നൊക്കെ മകൻ ചോദിച്ചപ്പോൾ, എടാ തിരുമണ്ട, സുമിത്രയെ ആ സ്കൂളിൽ നിന്ന് പുറത്ത് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് രഞ്ജിതയാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഈ പറയുന്ന പൂജയ്ക്കും അല്ലെങ്കിൽ സുമിത്രയ്ക്കും അറിയാൻ കഴിയും. അങ്ങനെ സുമിത്രയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം നമ്മുടെ കമ്പനിയിൽ പൂജ ജോലി ചെയ്യുന്ന നിനക്ക് വല്ല ഉറപ്പുണ്ടോ? എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഒരുറപ്പുമില്ലല്ലോ. അങ്ങനെ സുമിത്ര പോയ സ്ഥിതിക്ക് ഇനി മകളും നമ്മുടെ കമ്പനിയിൽ നിന്ന് പോയാലോ? പിന്നെ നിൻ്റെ മനസ്സിലുള്ള എന്തെങ്കിലും പ്ലാൻ നടക്കുമോ? നിൻ്റെ പ്രതികാരം നടക്കുമോ? നിൻ്റെ പ്രണയം നടക്കുമോ? ഇതൊന്നും നടക്കില്ല. അതുകൊണ്ട് എന്താണ് വേണ്ടതെന്ന് ഉചിതമായ രീതിയിൽ നീ ചിന്തിച്ച് തീരുമാനമെടുക്കും. എടുത്ത് ചാടി അമ്മയ്ക്കൊപ്പം തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഒരു കാര്യങ്ങളും നടക്കുകയില്ല, നിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് വളരെ നോക്കിയും കണ്ടൊക്കെ എന്തെങ്കിലും ചെയ്താൽ നിനക്ക് തന്നെ കൊള്ളാമെന്ന് പറഞ്ഞു. അതും പറഞ്ഞ് അച്ഛൻ അങ്ങോട്ടേക്ക് പോയി. അച്ഛൻ അങ്ങ് പോയി കഴിഞ്ഞപ്പം ശരിയാണ്, ആ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അതങ്ങനെ വരികയുള്ളൂ എന്ന് മകനും മനസ്സിലായി. അപ്പോൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും എന്നായി പങ്കജിൻ്റെ ചിന്ത. പങ്കജിന് ആ ഒരു ചിന്തയായിട്ടിരിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് രഞ്ജിതയാണെങ്കിൽ സ്കൂളിലോട്ട് പോവുകയാണ്. അവിടെ ഇന്നത്തെ ദിവസം ഭയങ്കര തലയെടുപ്പോട് കൂടിയാണ് പോകുന്നത്. കാരണം വേറൊന്നുമല്ല, സുമിത്രയെ പുറത്താക്കാനുള്ള പോക്കാണല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റേതായ ഗൗരവവും അതിൻ്റേതായ തൻ്റെയും ഒക്കെ കാണിക്കാമല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അങ്ങ് പോവുകയാണ്. അങ്ങ് പോകുന്ന സമയത്ത് ഈ ഒരു എന്താ പറയുന്നത്, നമ്മുടെ സുമിത്രയ്ക്കിട്ടുള്ള പണികൾ കൊടുക്കാനുള്ളതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് രഞ്ജിത പോകുന്നത്. അവിടെ ചെന്നു, പ്രിൻസിപ്പളിനെ കണ്ടു. പ്രിൻസിപ്പളിൻ്റെ അടുത്തിരിക്കുന്നു. പ്രിൻസിപ്പളിൻ്റെ അടുത്തിരിക്കുന്ന സമയത്ത് എന്താ സർ, ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കുകയല്ലെന്ന് ചോദിച്ചു. അപ്പോഴും പ്രിൻസിപ്പളിൻ്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. കാരണം സുമിത്രയെ പോലൊരു ടീച്ചറിനെ നഷ്ടപ്പെടുത്തി കളയുന്നത് ആ മനുഷ്യനൊന്നും അത്ര താല്പര്യമുള്ള കാര്യമല്ല. അങ്ങനെ പ്രിൻസിപ്പളിൻ്റെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് രഞ്ജിത പറയുവാണ്, സുമിത്ര എത്തിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സുമിത്ര എത്തിയില്ല എന്ന് പറഞ്ഞു. അവൾ എത്തുന്ന സമയം എൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവളുടെ രാജിക്കത്ത്, അവളുടെ ആ ഒരു എന്താ പറയുക, അവളെ പുറത്താക്കുന്നതിൻ്റെ ലെറ്റർ കൊടുക്കണം എന്നുള്ള കാര്യം പറയുക. എൻ്റെ മുന്നിലൂടെ വേണം ഈ സ്കൂളിൽ ആരുമല്ലാതെ സുമിത്ര പടിയിറങ്ങി പോകാൻ എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയണം. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സുമിത്ര അങ്ങോട്ടേക്ക് വന്നു. സുമിത്ര വന്നപ്പോൾ രഞ്ജിത ഇരിക്കുന്നത് വെറുതെ അല്ലെന്നുള്ള കാര്യം സുമിത്രയ്ക്ക് മനസ്സിലായി. സുമിത്ര ഇങ്ങനെ നോക്കുക രഞ്ജിതയെ. അങ്ങനെ രഞ്ജിതയെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം, എന്നാൽ പിന്നെ അതങ്ങ് കൊടുത്തേക്ക് സാർ എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പം അത് പിന്നെ സുമിത്ര, മേഡം ഇന്നതാണ് കാര്യം, മേഡത്തിനെ ഇവിടെ നിന്ന് ഞങ്ങൾ പുറത്താക്കുകയാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പേപ്പറും എടുത്ത് അങ്ങ് നീട്ടി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുമിത്ര ചോദിച്ചു, എന്തിൻ്റെ പേരിലാണ് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത്? അതിൻ്റെ ആ ഒരു റൈറ്റ്സ് എന്താണ്, അതെനിക്ക് അറിയണമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ലോകത്തെങ്ങുമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് രഞ്ജിത അവിടെ ഇരുന്ന് വലിയ ഷോ ഇറക്കാൻ തുടങ്ങിയപ്പം ഞാൻ രഞ്ജിതയോടല്ല ചോദിച്ചത്, പ്രിൻസിപ്പളിനോടാണ് ചോദിച്ചത് എന്ന് നമ്മുടെ സുമിത്ര പറയാം. അതും സുമിത്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രഞ്ജിത ഇങ്ങനെ വല്ലാതെയായി. നീ എന്താ വിചാരിച്ചത് എന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു. അങ്ങനെ നീ പറയുന്നിടത്ത് നിൽക്കാനല്ല ഈ സ്കൂള് എന്നൊക്കെ പറഞ്ഞ അന്നേരത്തേക്കും സുമിത്രയുടെ നേരെ ഈ പുള്ളിക്കാരി ഓരോന്നൊക്കെ പറഞ്ഞപ്പോൾ, ഞാനിവിടെ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്കിവിടെ ജോലി തന്നത് പ്രിൻസിപ്പളാണെന്നും അദ്ദേഹത്തിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരേണ്ട ഉത്തരവാദിത്വവും അദ്ദേഹത്തിനാണ്. നീ എന്നുള്ളൊരു നിലയിൽ, അല്ലെങ്കിൽ രഞ്ജിതയോട് എനിക്ക് യാതൊരു ബാധ്യതയുമില്ല, രഞ്ജിതയുമായിട്ട് എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ലെന്നും പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുമിത്ര അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ രഞ്ജിതയ്ക്ക് വീണ്ടും ദേഷ്യം വന്നല്ലോ. ആ സമയം പ്രിൻസിപ്പൽ സാറ് സുമിത്രയുടെ നേരെയുള്ള ഒരു ആരോപണം അതെന്താണെന്നുള്ള കാര്യം പറയുക. അപ്പോൾ സുമിത്ര ആ സ്കൂളിന് പറ്റിയൊരു ടീച്ചറല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കുട്ടികളൊക്കെ വഷളായി പോകണു, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലാണ് സുമിത്രയുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റം. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മോശമാണെന്ന്, അല്ലെങ്കിൽ ഞാൻ ഈ സ്കൂളിന് ചേരാത്ത ടീച്ചറാണെന്ന് ഈ സ്കൂളിലെ ഒരു ചെറിയ കുട്ടിയെ കൊണ്ടെങ്കിലും നിങ്ങൾക്ക് പറയിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ നിങ്ങൾ ആ കുട്ടികളെ കൊണ്ട് പറയിച്ചാൽ ഞാൻ ചെയ്തത് തെറ്റാണെന്നും ഞാൻ ഈ സ്കൂളിന് പറ്റിയ ടീച്ചറല്ലെന്നും ഞാൻ അങ്ങ് സമ്മതിക്കാം. അല്ലാതെ എന്നെ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കാനും കഴിയില്ല. എൻ്റെ മേൽ ചാർത്തിയിരിക്കുന്ന ഈ കുറ്റം അതൊരു കുറ്റമായി കാണാനും എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. എനിക്കിതിന് ന്യായമായിട്ടുള്ള നീതി ലഭിക്കണം, ഇല്ലെങ്കിൽ ഞാൻ
കേസിന് പോകുമെന്ന് പറഞ്ഞു. സുമിത്ര കേസിന് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രഞ്ജിത ഞെട്ടി. കേസിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എവിടുന്നാണ് എങ്ങനെയാണ് വന്നത് എന്നൊക്കെ അറിയുമല്ലോ. അങ്ങനെ ഞാൻ കേസിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിയാത്ത പല കാര്യങ്ങളും തെളിയുമെന്നും പലർക്കും പലതും നഷ്ടപ്പെടുമെന്നും നമ്മുടെ സുമിത്ര പറയാം. അങ്ങനെ സുമിത്രയെ സ്കൂളിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ നോക്കിയ രഞ്ജിതയ്ക്കെതിരെ സുമിത്ര കേസ് കൊടുക്കാൻ പോകുമ്പോൾ നമ്മുടെ രോഹിത്തിൻ്റെ സ്വത്തൊക്കെ തിരിച്ച് സുമിത്രയുടെ കൈകളിലേക്ക് തന്നെ എത്തുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു പേടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സത്യം അത് മനസ്സിലാക്കിക്കൊണ്ട് പേടിച്ച് വിറച്ച് രഞ്ജിത ഇരിക്കുക. ഇപ്പം എന്താ പറയുന്നത്, കഴിച്ചിട്ട് ഇറക്കാനും പാടില്ല, മധുരിച്ചിട്ട് തുപ്പാനും പാടില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ് രഞ്ജിത ഇപ്പം നടക്കുന്നത്. സുമിത്രയെ തൊട്ടാൽ പൊള്ളും എന്നുള്ള കാര്യം രഞ്ജിതയ്ക്ക് മനസ്സിലായി. അങ്ങനെ രഞ്ജിത പേടിച്ച് വിറച്ച് അങ്ങനെ ഇരിക്കുന്നു. സുമിത്ര രണ്ടും കെട്ട കളിക്ക് ഇറങ്ങുമെന്ന് അവൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ സുമിത്രയെ പേടിച്ച് വിറച്ച് രഞ്ജിത എന്താണ് ഇനി തീരുമാനിക്കേണ്ടത് എന്നുള്ള ഒരു പരിഭ്രമത്തിലിരിക്കുന്നു. കാരണം പ്രിൻസിപ്പളിൻ്റെ മറ്റു ടീച്ചർമാരുടെ മുന്നിൽ ഇനി എന്തു പറയും? കാരണം സുമിത്ര അത് പറഞ്ഞപ്പോഴേക്കും രഞ്ജിത ഈ ഒരു തീരുമാനം മാറ്റുകയാണെങ്കിൽ ഇതിൽ എന്തോ കള്ളത്തരം ഉണ്ടെന്ന് അവർക്കും മനസ്സിലാവത്തില്ലേ. അങ്ങനെ ചെകുത്താനും കടലിനും നടുവിലായി രഞ്ജിത. അപ്പം അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. നമ്മുടെ പ്രൊമോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയം കൊണ്ട് അറിയിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.